പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, ദൈവമാത കത്തീഡ്രൽ പള്ളിയിലെ അൾത്താരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുകയാണ്. മക്കളെ, ഈശോ ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ക്രിസ്മസിന് ശേഷം കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുക. നിങ്ങൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഇന്നേ ദിനം കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. നിങ്ങളുടെ മേലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും, നിങ്ങളെ ബന്ധിക്കുന്ന, നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ഹെറോദോസുമാരെയും ഈശോ ദിവ്യകാരുണ്യ ശക്തിയിലൂടെ അവയെല്ലാം തകർക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധ കുർബാന അച്ഛന് പ്രത്യേകം ഇന്ന് എഴുന്നള്ളിച്ച് വയ്ക്കാൻ കാരണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന തേടുകയാണ്. ജനുവരി 8-ാം തീയതി 6:45 കുർബാനയ്ക്ക് ശേഷം നമ്മൾ സാധിക്കുന്നവർ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വരികയാണ്. നിങ്ങൾ ഭവനങ്ങളിൽ അന്നേ ദിനം ശക്തമായ ജപമാലകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. വൈകുന്നേരം 7 മണി വരെ അഖണ്ഡ ജപമാല ഒരുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ജനുവരി 13 അച്ഛൻ തുടങ്ങാൻ പോകുന്ന സായാഹ്ന പ്രാർത്ഥനയ്ക്കിടെ ശക്തിക്ക് വേണ്ടിയാണ്. കാരണം പിശാച് ബഹിഷ്കരണ ശുശ്രൂഷകളായിരിക്കും അച്ഛൻ ചെയ്യുന്നത്. 13-ാം തീയതി ജനുവരി 13 ഞങ്ങളുടെ പിതാവ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് KCBC പ്രസിഡന്റ് തന്നെ ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കും. നമുക്കറിയാം, പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ അഭിമന്യ പിതാക്കന്മാർക്ക് ആണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. പിതാക്കന്മാർ ഞങ്ങൾക്ക് അധികാരം തരുമ്പോഴാണ് ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ശുശ്രൂഷ എല്ലാ ചൊവ്വാഴ്ചകളിലും ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യ ദിനം തന്നെ അഭിമന്യ ചക്കാലക്കൽ പിതാവ് ആ ശുശ്രൂഷ എക്സോർസിസം പ്രാർത്ഥന ചൊല്ലുന്നതാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും സാധിക്കുന്നവരെ ഇപ്പോൾ തന്നെ നിങ്ങൾ ട്രെയിനും ബസ്സൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8:30 മണി കഴിഞ്ഞ് ഇവിടുന്ന് നേർച്ചക്കഞ്ഞിയും കഴിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാനുണ്ട്, എന്നാൽ ഓട്ടോറിക്ഷയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ നിങ്ങൾക്ക് പോയി മടങ്ങിപ്പോകാനായിട്ട് സാധിക്കും. അപ്പോൾ പറ്റുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇനിയെല്ലാം മടങ്ങിപ്പോകാൻ പറ്റാത്തവർക്ക് അന്ന് നമുക്ക് വേറെ സ്ഥലങ്ങളില്ലെങ്കിൽ അന്ന് രാത്രിയിൽ ഈശോയുടെ ഈ ദേവാലയത്തിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പോകാനുള്ള സൗകര്യം നമുക്ക് ചെയ്യുന്നതാണ്. നമുക്ക് വേറെ താമസിക്കാനുള്ള സ്ഥലങ്ങളില്ല, നേരെ മറിച്ച് ബെഞ്ചും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സാധിക്കുന്നവർ, അങ്ങനെയാണ് പണ്ട് നമ്മുടെ കാർന്നന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അങ്ങനെ അവർ ചെയ്തിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 49-50 വചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോ ലോകത്തിൽ ജനിച്ചത് എന്തിനാണ് എന്ന് പറയുകയാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഈശോക്ക് ആഗ്രഹിച്ച ജ്ഞാനസ്നാനം തീ കൊണ്ടുള്ള ഒരു അഭിഷേകമാണ്. തീ പരിശുദ്ധാത്മാവാ, അഗ്നിനാവാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നമ്മളിലുള്ള തിന്മകളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, സർപ്പദോഷങ്ങളെ, കൈവശ ശക്തികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇറങ്ങി വരുന്ന തീ അഭിഷേകത്തിൻ്റെ തീ സ്നാനം കൊണ്ട് അവയെല്ലാം കരിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റ് കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ ഞങ്ങളെ സ്വന്തമാക്കിയ
കർത്താവിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുമാറണം. ഇനി ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഇവരിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ നിങ്ങളെ നിർവീര്യമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെയും ഞാൻ തകർത്ത് കളയുന്നു. അമലോത്ഭ കന്യകയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ വിശുദ്ധ ഔസേപ്പിൻ്റെയും വിശുദ്ധ ഗിർവർഗീസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകളും മധ്യസ്ഥതയും എന്ന് നിങ്ങൾക്ക് അഭയവും കോട്ടയുമായിരിക്കട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ ശത്രുക്കളിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്ന് ഈ മക്കള് സംരക്ഷിതരാകട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ യേശുവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുന്ന ദൈവമേ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ മണിമല കൺവെൻഷന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അവിടെ എല്ലാവർക്കും കൃപകൾ ഒഴുകണം, വരങ്ങൾ ഒഴുകണം, പൈശാചിക ശക്തികൾ എല്ലാം വിട്ടുമാറണം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.